എല്ലാവർക്കും നമസ്കാരം. കുറച്ച് നാളായല്ലേ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചത് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ അഴിക്കുന്നതും അത് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കുന്നതും ഒക്കെ വീഡിയോസ് എടുക്കണം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ഡെക്കറേഷൻസ് ഒക്കെ വെക്കുന്നതും ഒക്കെ കാണിക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ ഊരിക്കഴിഞ്ഞപ്പോൾ കുറച്ച് മെസ്സായ അവസ്ഥയായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് ലോഫ്റ്റിലൊക്കെ കയറ്റി. ഇനിയിപ്പം നമുക്ക് പതിയെ ക്ലീൻ ചെയ്ത് പുതിയ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷൂറാക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. പുതിയതായിട്ട് ഉള്ള ഡെക്കറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, പഴയതുണ്ടായിരുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനേക്കാൾ കയ്യിലുള്ളത് തന്നെ പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഫ്ലവർ വേസിൽ തന്നെ ഫ്ലവേഴ്സ് മാറ്റി വെക്കുക, പിന്നെ ഇരിക്കുന്ന സ്ഥലങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. അപ്പൊ നമുക്ക് തന്നെ ഒരു പുതിയ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെ ഷൂറാക്കൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ഡെക്കറേഷൻസിൽ കുറച്ച് ഫ്ലോറൽ ഡെക്കറേഷൻസ് ഒക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഡെക്കറേഷൻസ് ഒക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ റീത്ത് കണ്ടോ, ഇത് ഞാൻ ആ ഈസ്റ്റർ ടൈമിൽ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്ത് ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അത് തന്നെയാണ് ഹാങ് ചെയ്തിടുന്നത്. ഇവിടെ ആയിട്ട് ഞാൻ കുറച്ച് ഏഞ്ചൽസിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പൊടി തട്ടി വെക്കുവാണ്. ഈ കാണുന്ന ഫ്ലവർ അറേഞ്ച്മെന്റ്സ് ഞാൻ തന്നെത്താനെ ചെയ്തെടുത്തതാണ്. ഇതിൽ നമ്മുടെ ക്രിസ്മസിന്റെ ഡെക്കറേഷൻസിൽ ഉപയോഗിച്ചിരുന്ന കുറച്ച് പൈൻ കോൺസും കുറച്ച് ഡ്രൈ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഇവിടെയും ഞാൻ 3 ഏഞ്ചൽസിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫൊയർ ഏരിയ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇത് ഇപ്രാവശ്യം ക്രിബിന്റെ ബാക്കിലായിട്ട് വെച്ചിരുന്ന മിറർ ഫ്രെയിമാണിത്. ഈ കാണുന്ന മാറ്റ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ക്രൂഷേ ചെയ്തെടുത്തതാണ്. ഇത് എയർ പ്യൂരിഫയറിന്റെ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എയർ പ്യൂരിഫയറിലേക്ക് 2 ടൈപ്പ് ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഗ്രീൻ ആപ്പിൾ എന്ന് പറഞ്ഞ ഫ്ലേവറും അതുപോലെ കൂളിംഗ് യൂക്കാലിപ്റ്റസ് എന്ന് പറഞ്ഞ ഫ്ലേവറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലൊരു ഫ്രഷ്നെസ് സ്മെല്ലാണ് നമുക്ക് തരുന്നത്. ഇനി സോഫയിലെ കുഷ്യൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ ഒരേ കുഷ്യൻസ് തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് കുഷ്യൻ കവേഴ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക, അതുപോലെ ഹോം ലിനൻസ് ഒക്കെ ഇടയ്ക്കൊന്ന് ചേഞ്ച് ചെയ്യുക, ത്രോസ് ഒക്കെ ഒന്ന് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ വീട്ടിലേക്ക് കുറച്ച് പുതുമ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി കോഫി ടേബിൾ ആണ് അറേഞ്ച് ചെയ്യുന്നത്.
ഇവിടേക്ക് ഒരു വുഡൻ ട്രേ ഒക്കെ കൊടുത്ത് ക്രിസ്മസ് ടൈമിൽ നമ്മൾ വാങ്ങിയ ഫ്ലവർ വേസ് തന്നെയാണ്. അവിടെയും ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 പൈൻ കോൺസും ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇപ്രാവശ്യം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പം പോസ്റ്ററിന്റെ ഒക്കെ ഡിസൈൻസും അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് അത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാൻഡിൽ, സെന്റർ ക്യാൻഡിലും അതിന് മാച്ചായി പോകുന്നത് കൊണ്ട് തന്നെ അതും കൂടെ വെച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ ഷെൽഫ് അറേഞ്ച് ചെയ്യാം. മുൻപ് അറിയാമല്ലോ, ക്രിസ്മസ് ടൈമിൽ ക്രിസ്മസ് തീമിലുള്ള കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആയിരുന്നു. അതിനെല്ലാം ചേഞ്ചസ് വരുത്തി. എന്നാൽ ക്രിസ്മസ് ഡെക്കറേഷൻസിലെ കുറച്ച് പീസുകളൊക്കെ അവിടെ തന്നെ വെച്ചു. എനിക്ക് അകത്ത് കയറ്റി വെക്കാൻ തോന്നിയില്ല. മൊത്തത്തിലൊരു ഗ്രീനും വൈറ്റും കൂടെ കോമ്പിനേഷനായി മാറി. മനഃപൂർവ്വമായിട്ട് ചെയ്തതല്ല, പക്ഷെ എല്ലാം വെച്ച് വന്നപ്പോഴത്തേക്ക് ആ ഒരു കോമ്പിനേഷനിലേക്ക് വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് സെറ്റ് ചെയ്യുന്നത്. ഇത് ക്രിസ്മസ് ടൈമിൽ വാങ്ങിയ കപ്പ് കേക്ക് ട്രേ ആണ്. അപ്പൊ അതിന് എങ്ങോട്ടേക്കും കയറ്റി വെക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ സൈഡിലെ ഒരു ഡെക്കറേഷൻ ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ, നെസ്റ്റ് പോലൊക്കെ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ഇനി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അവിടെയും കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റുവാണ്. ഇനി ഡൈനിങ് ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. അവിടെയും കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാന്ന് വിചാരിച്ചു. ഡൈനിങ് ടേബിളിന്റെ സെൻട്രൽ പീസായിട്ട് ഇതിനു മുമ്പ് ഞാൻ പ്ലാന്റ്സ് ആയിരുന്നു വെച്ച് കൊടുത്തിരുന്നത്. അപ്പൊ അതൊന്നും മാറ്റിയിട്ട് ഞാൻ ഇവിടെയും ഒരു ബ്ലൂ പോട്ടറിക്കകത്ത് കുറച്ച് ഫ്ലവർ അറേഞ്ച്മെന്റ് വെച്ച് കൊടുക്കുവാണ്. ഈ വുഡൻ ബോൾസ് കണ്ടോ, ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞ ചൈനീസ് ഷോപ്പിംഗ് മോളിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഇത് എന്തിനു ഉപയോഗിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പല വലിപ്പത്തിലുള്ള ബോൾസ് വാങ്ങി അങ്ങനെ സെൻട്രൽ പീസ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി പ്രയർ ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യുവാണ്. അങ്ങനെ ക്ലീനിങ്ങും റീഅറേഞ്ചിങ്ങും ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്രൂഷയുടെ ഒരു ത്രോ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഞാൻ ചെയ്യുന്നതിനിടയിൽ ഒരാൾ വന്ന് സ്റ്റോറി പറയുന്നതാണ് ഈ കേൾക്കുന്നത്. അച്ചൂസ് വന്ന് കഥ പറയുവാണ്. എനിക്ക് ഒരു പട്ടി ഉണ്ടായിരുന്നു, അത് വീഡിയോയുടെ ആദ്യം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എംബ്രോയിഡറി വർക്കാണിത്. അത് ഫിനിഷായി. ഈ ഫ്രെയിമിൽ തന്നെ ഹാങ് ചെയ്തിടുന്ന രീതിയിൽ ഞാൻ തയ്ച്ചു പിടിപ്പിക്കുകയാണ്. ക്ലോത്ത് തയ്ച്ചു പിടിപ്പിക്കുകയാണ് അതിലേക്ക്. അങ്ങനെ അതും ഫിനിഷായി. ഇന്ന് അല്ലൂസിന്റെ ബർത്ത്ഡേ ആണ്, രണ്ടാമത്തെ മോന്റെ. അപ്പം അത് പ്രമാണിച്ച് പുറത്തുപോയി ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൗൺ പ്ലാസയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
അവിടെ എത്തി. നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ പേര് മൊസൈക്ക് എന്നാണ്. അങ്ങനല്ലല്ലോ, ആദ്യം മേടിക്കണമെന്നല്ലേ പറഞ്ഞേ. കൊടുത്തോ? ശരിക്കും കൊടുത്തു, ശരിക്കും കൊടുത്തേ. അശ്വരവും കൊടുക്കണം. അങ്ങനല്ല. അങ്ങനെ അവിടുത്തെ ഡിന്നറൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.